റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പം നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ പ്രദേശത്തു നിന്നുള്ള ദേശീയപാത 6 വരിയും പൂർത്തിയാക്കിയ ഒരു മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ KMC എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുത്തത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്, അതോടൊപ്പം തന്നെ ട്രാക്ക് മാർക്കിംഗ്, ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്, പെയിൻറ്റിങ് തുടങ്ങിയ എല്ലാ വർക്കുകളും ഈ ഒരു പ്രദേശത്ത് കംപ്ലീറ്റ് ആക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ദേശീയപാത നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗം വരെ 6 വരിയും പൂർണ്ണമായും ടാറിങ് പൂർത്തിയാക്കിയ ഒരു കാഴ്ചയാണ്. സർവീസ് റോഡിൻ്റെ വർക്കും നമുക്ക് പലയിടത്തും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ചാലുവാക്കാനുള്ള, രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ വർക്ക് ചെയ്യാനുള്ള കണക്ഷൻ കൊടുക്കാനുള്ള വർക്ക് മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ തൊട്ട് മുന്നേ കുറച്ച് ഭാഗങ്ങളിൽ ട്രാക്ക് മാർക്കിങ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതുമാത്രമാണ് ഈ ഒരു പ്രദേശങ്ങളിൽ 6 വരിയിൽ ബാക്കിയുള്ള വർക്ക്. ബാക്കിയൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. KMC 2025 ആകുമ്പോഴത്തേക്കിന് കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. 90% വർക്കും പൂർത്തിയാക്കി എന്ന് വേണമെന്നാണ് നമുക്ക് പറയാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട മേജർ വർക്ക് KMCയുടെ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഒരു ഓവർ പാസേജിൻ്റെ വർക്ക് മാത്രമാണ്. അതും ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിച്ചാണ്. ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇനി ആ ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് നടക്കാനുള്ള വർക്കാണ് നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷൻ, അതായത് ഇക്ര ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഒരു ജംഗ്ഷനിൽ വയനാട് റോഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. അതിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വജ്രം ക്രെയിൻ എന്ന് പറയുന്ന ക്രെയിന് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉയർന്നിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ദേശീയപാത ഇവിടെയുള്ള മണ്ണൊക്കെ എക്സ്കവേഷൻ ചെയ്ത് ആ ഉയർന്ന പ്രദേശമൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയതിന് ശേഷമാണ് ദേശീയപാത കടന്നു പോവുക. സർവീസ് റോഡ് ഉയർന്നിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയപാത മലാപ്പറമ്പ് പ്രദേശങ്ങളിൽ താഴ്ന്നിട്ടുമാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റോഡ് നമ്മൾ ദേശീയപാതയെ ക്രോസ് ചെയ്തുകൊണ്ടാണ് പുതിയ ഓവർ പാസേജ് ഇക്ര ഹോസ്പിറ്റൽ, അതോടൊപ്പം തന്നെ നമ്മളെ കോഴിക്കോട് ടൗണ്, വയനാട് ഭാഗങ്ങളിലൊക്കെ പോകുന്ന റോഡ് നമ്മൾ ആ പുതിയ 6 വരി പാതയെ ക്രോസ് ചെയ്തുകൊണ്ട് മുകളിലൂടെയാണ് പാസ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് മലാപ്പറമ്പ് ജംഗ്ഷൻ ആ ഒരു സിഗ്നലിൻ്റെ ഭാഗത്താണുള്ളത്. ഇവിടെ ഇപ്പോൾ എക്സ്കവേഷൻ ചെയ്യുന്നുണ്ട്. മണ്ണ് എടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മണ്ണടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള കയറ്റം നിറഞ്ഞ ഒരു പ്രദേശമാണ്. മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞാൽ വീണ്ടും 6 വരി പാത പൂർത്തിയായ ഒരു കാഴ്ചയാണ്.